DIY. Oh no! അപ്പൊ നിങ്ങൾക്ക് ഈ DIY സൊല്യൂഷൻ പോയി കട്ടുപോയി വൈറ്റമിൻ സി, വൈറ്റമിൻ ഇ. 10 പൈസ ചെലവില്ലാണ് നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഗ്ലോയിങ് സ്കിൻ റെമഡി ഞാൻ പറഞ്ഞുതരാം. ആക്നെ മാർക്സ്, പിമ്പിൾസ്, ഡാർക്ക് സ്പോട്ട്, പിഗ്മെന്റേഷൻ, ഇതുപോലെ എല്ലാത്തിനും ഒരു സൊല്യൂഷൻ ആയിട്ട് ഈ ഒരു ഹോം റെമഡി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് ഒരാഴ്ച വരയ്ക്കും മാക്സിമം യൂസ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു DIY റെമഡിയാണ്. അപ്പൊ എന്താണ് ആ ഹോം റെമഡി എന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് വാ. ഇന്ന് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത് നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു DIY സ്കിൻ കെയർ റൊട്ടീനെന്നും പറയാൻ പറ്റും, അതുപോലെ ഒരു ടോണർ എന്നും പറയാൻ പറ്റും. എന്താന്ന് വെച്ചാൽ റൈസ് വാട്ടർ ആണ്. നമ്മുടെ കൊറിയൻ സ്കിന്നിന്റെയും അതുപോലെ ജപ്പാനീസ് സ്കിന്നിന്റെയും ഒക്കെ സീക്രട്ട് ആണ് ഈ ഒരു റൈസ് വാട്ടർ. അപ്പൊ ഇതിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ സ്കിന്ന് കുറച്ചുകൂടി ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കാനും, പിന്നെന്താ ഓപ്പൺ പോർസ് ടൈറ്റ് ചെയ്യാനും, അതുപോലെ തന്നെ ഒരു ക്ലിയർ സ്കിൻ ലുക്ക് തരാനൊക്കെ ഈ ഒരു റൈസ് വാട്ടർ നല്ലപോലെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. 10 പൈസ ചെലവിലാണ് നമുക്ക് വീട്ടിൽ തന്നെ സ്വന്തമായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഹോം റെമഡി കൂടെയാണ് ഇത്. അപ്പൊ പൊതുവെ പറഞ്ഞ എല്ലാവരുടെയും ഡൗട്ടാണ് ഏത് റൈസ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടതെന്നുള്ളത്. ഇപ്പൊ ചുവപ്പ് കളർ, അതിന്റെ പേരെന്നാ, ചുവപ്പ് കളർ റൈസ് ഉണ്ട്, വൈറ്റ് കളർ റൈസ് ഉണ്ട്. ഇപ്പൊ നമ്മളെ നാട്ടിലൊക്കെ വൈറ്റ് റൈസ് എന്ന് പറയുമ്പോ എന്താ പറയണേ, ചമ്പാവരി, വെള്ള അരി എന്ന് അങ്ങനെ ആരും പറയാറില്ല. ചമ്പാവരി അല്ലല്ലോ, പച്ചരി എന്നാണ് നമ്മുടെ നാട്ടിൽ പറയാറ്. അപ്പൊ ഈ വൈറ്റ് റൈസിൽ ഒരുപാട് വൈറ്റമിൻ ബി, വൈറ്റമിൻ സി, വൈറ്റമിൻ ഇ അത് പോയിട്ട് ഒരുപാട് ടൺ കണക്കിന് മിനറൽസും ഉള്ള ഒരു സംഭവമാണ് റൈസ് വാട്ടർ. അപ്പൊ റൈസ് വാട്ടർ തന്നെ 2 ടൈപ്പ് ഉണ്ട്. ഇപ്പൊ നോർമൽ ആയിട്ട് നമ്മള് ചോറുണ്ടാക്കുമ്പോ സ്ട്രെയിൻ ചെയ്ത് എടുക്കുന്ന റൈസ് വാട്ടർ ആയിക്കോട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മള് ഒരു 2 മണിക്കൂറൊക്കെ സോക്ക് ചെയ്തിട്ടതിന് ശേഷം എടുക്കുന്ന റൈസ് വാട്ടർ ഉണ്ടാവും. അപ്പൊ ഇതിനെ കഴിഞ്ഞൊക്കെ എഫക്റ്റീവ് ആയിട്ടുള്ളത് ഏതാന്ന് വെച്ചാൽ ഫെർമെന്റഡ് റൈസ് വാട്ടർ ആണ്. അപ്പൊ എങ്ങനെയാണ് ഫെർമെന്റഡ് റൈസ് വാട്ടർ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാല്, നമ്മൾ നോർമൽ ആയിട്ട് റൈസ് ഒരു 2 hours വരയ്ക്കും വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരിക്കും. അതിനുശേഷം ഒരു ബോട്ടിലാക്കിയതിനു ശേഷം നോർമൽ ടെമ്പറേച്ചർ 24 മണിക്കൂർ മുതൽ 48 മണിക്കൂർ, അതെ 2 ദിവസം നമ്മൾ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ റൈസ് വാട്ടർ ഫെർമെന്റഡ് ആകും. അപ്പൊ ഈ ഫെർമെന്റഡ് റൈസിലാണ് വൈറ്റമിൻ ബി, വൈറ്റമിൻ സി. അപ്പൊ റൈസ് വാട്ടർ നമുക്ക് ക്ലെൻസർ ആയിട്ട് യൂസ് ആക്കാം, ഫേസ് മാസ്ക് ആയിട്ട് യൂസ് ചെയ്യാം, അതുപോലെ ടോണർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിന്റെയൊക്കെ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഹോം മെയ്ഡ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാൻ. ഞാൻ നെക്സ്റ്റ് എന്തായാലും ആ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. വൈറ്റമിൻ ഇ ടൺ കണക്കിന് മിനറൽസ് ഉണ്ടെന്ന് പറയുന്ന ഫെർമെന്റഡ് റൈസ് വാട്ടർ ആണ്. ഒരാഴ്ച റൈസ് വാട്ടർ യൂസ് ചെയ്തപ്പോഴുള്ള എന്റെ ഫേസിൽ വന്ന മാറ്റങ്ങളാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ഇത്രയും ഡിഫറൻസ് ആണ് വന്നിട്ടുള്ളത്. ഇപ്പൊ തന്നെ എന്റെ ഫേസ് കാണുമ്പോൾ മനസ്സിലാവും അത്യാവശ്യം നല്ലപോലെ ഫെയർ ആണ്. പിമ്പിൾസ്, ആക്നെ മാർക്സ് അങ്ങനത്തെ ഒരു കാര്യങ്ങളും ഇല്ല. പിന്നെ എന്റെ സ്കിന്നിന് കൂടുതൽ ആക്നെ പ്രശ്നങ്ങളൊന്നും അല്ല ഉള്ളത്. ഇടയ്ക്ക് വന്ന് പോരുണ്ട്. അത് പോയിട്ട് എന്റെ നല്ലതുപോലെ ഈ സൈഡിലൊക്കെ ആയിട്ട് ഓപ്പൺ പോർസ് ഉണ്ട്. അപ്പൊ ഈ ഓപ്പൺ പോർസ് ഒക്കെ നല്ലപോലെ റെഡ്യൂസ് ചെയ്തതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്നത്തെ DIY റെമഡി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അത്രേ ഉള്ളൂ. ബൈ.